Good morning. Good morning. Prayer ആരാണ്? Yes, ma'am. Dear God, please keep me happy today. Help me to be bright, cheerful. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness and keep us all in happiness. Thank you, ma'am. Thought of the day. Thought of the day. സൈൻ ഇൻ പറയട്ടെ മാം. തോട്ടില്ലപ്പ തോട്ടിന്റെ ആളെ കാണുന്നില്ല. പ്രിയപ്പെട്ട ആതിര മാം, എന്റെ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് അത്തം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ഓണാഘോഷത്തിന്റെ തുടക്കമാണ് അത്തം. ഓണത്തിന് 10 ദിവസത്തെ പ്രത്യേക പ്രസക്തിയുള്ള ദിവസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ദിനം അത്തമാണ്. അത്തം ദിനത്തിൽ വീടുകളുടെ മുന്നിൽ മനോഹരമായ പൂക്കളമിടുന്നു. വിവിധ നിറങ്ങളുള്ള പൂക്കൾ കൊണ്ടുള്ള പൂക്കളം ഓണത്തിന്റെ സന്തോഷവും ഐക്യവും പ്രതിഫലിപ്പിക്കുന്നു. അത്തം നമ്മെ ഐക്യം, സൗഹൃദം, സന്തോഷം എന്നിവ പഠിപ്പിക്കുന്ന ഒരു ദിനമാണ്. വലിയവർ ചെറിയവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നു. അത് തന്നെയാണ് നമ്മുടെ കേരള സംസ്കാരത്തിന്റെ മഹത്വം. അതിനാൽ ഈ അത്തം ദിനത്തിൽ നാം എല്ലാവരും ഐക്യത്തോടെ, സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ച് ആഘോഷിക്കാം. ഓണത്തിന്റെ സന്തോഷം നമ്മുടെ വീടുകളിലും മനസ്സുകളിലും നിറയട്ടെ. നന്ദി. ആൻഡ് ദിസ് ഈസ് അമൃത, സൈൻ ഇൻ ആതിര മാം ക്ലാസ്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും അത്തം ദിനാശംസകൾ. പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും? ഇല്ല മാം, അതെന്താ ഇല്ല? ഇല്ല മാം, ലാസ്റ്റ് ഇടും. കാരണം ഇവിടെ നമുക്ക് ബാംഗ്ലൂരാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഡെയിലി പൂക്കളൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, ശരി. എനിക്ക് നയൻ എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടിക്കൽസ്? പ്രാക്ടിക്കൽ ഒന്നും ആരും ഇല്ലേ ക്ലാസ്സില്? ആര്യ ഉണ്ടായിരുന്നു. ആര്യനെ പെട്ടെന്ന് മനസ്സിലാവട്ടോ. ആര്യനെ പെട്ടെന്ന് മനസ്സിലായി എന്നൊക്കെ. എനിക്ക് ആ മാമിനെ കണ്ടപ്പോ മനസ്സിലായി. ക്ലാസ്സിൽ കാണുന്നില്ല, അതുകൊണ്ട് മനസ്സിലായിരുന്നു. മാമിനെ ക്ലാസ്സിൽ കാണാന്നുള്ള ദിവസം, അതുകൊണ്ട് മനസ്സിലായായിരുന്നു. ക്ലാസ്സിൽ കാണുന്നുണ്ടോ? ഓക്കെ. വേറെ ആരും ഇല്ലേ പ്രാക്ടിക്കൽസിന്? ഒന്നും ആരും ഉണ്ടായില്ലേ ക്ലാസ്സിൽ? റിൻഡ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, റിൻജ വർഗീസ്. പിന്നെ ആരാണ്? കുറച്ചു പേരുണ്ടായിരുന്നു. നുസ്രത്ത് ഉണ്ടായിരുന്നു, അപർണാസനുണ്ട്, എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊരു പ്രത്യേകത പറയാണ് കേട്ടോ. പ്രാക്ടിക്കൽസിന് വന്ന സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ക്വൈറ്റ് ആയിട്ട്, കൂളായിട്ട് ഇന്ന് പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ബാക്കി കുട്ടികളൊക്കെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി. പക്ഷെ നിങ്ങൾക്ക് കൊടുത്ത മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കേണ്ടത്. കണ്ടപ്പോ മനസ്സിലായ കാര്യമാണ് അത്. കാരണം വളരെ അതാണ്, ഒരു നല്ല ടീച്ചേഴ്സ് ആണ്, മനസ്സിലായത് നമുക്ക്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു മെച്ചൂരിറ്റി കാണിക്കുന്നുണ്ട്. നന്നായിട്ട് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. ഇരുന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ അത് ചെയ്യാണ്. നമുക്ക് പാവം തോന്നിയിരിക്കുന്നപ്പോ എല്ലാം കൂടി അവിടെ കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. ഐശ്വര്യ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ്ടപ്പോ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. പ്രൊഫൈൽ പിക്ചറിലുള്ള പോലെ അല്ലല്ലോ ഐശ്വര്യ. ഞാൻ തന്നെയാണ്. കുറച്ച് മുന്നേ ഫോട്ടോയില് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. എന്നെ കണ്ടിട്ട് വ്യത്യാസം തോന്നുന്നുണ്ടാവില്ലേ? ഇതിൽ കാണുന്നതാണോ നേരിട്ട് കാണുന്നതാണോ? എന്താണ് പ്രശ്നം? രണ്ടും സുന്ദരിയാണ്. സുന്ദരിയുടെ കാര്യമല്ല ചോദിച്ചത്. നമ്മളെ ഫ്രെയിമിൽ കാണുന്ന നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ കാണുമ്പോ ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് നേരിട്ട് കാണുമ്പോ അതിന്റെ വ്യത്യാസം അറിയുന്നതാണെന്ന് ചോദിച്ചത്. നേരിട്ട് കാണുമ്പോ മെഷീനാ നല്ലത്. ആണോ? ഓൺലൈൻ കാണുമ്പോ ചെറിയ. നമ്മള് കുറെ പേരൊക്കെ ഹൈറ്റ് ഏകദേശം സെയിം ആണ്. ഈ ആര്യ, പിന്നെ അതുപോലെ പിന്നെ ഒരു കുട്ടിയുടെ പേരെ നോക്കിയത്
കുറെ പേരൊക്കെ ഹൈറ്റ് ഒക്കെ പോകണം. ബാക്കി 2-3 പേർക്ക് നല്ല ഹൈറ്റ് ഉള്ളതാണ്. റിഞ്ച അല്ലേ ചെങ്ങമനാട് ഉണ്ടെന്ന് പറഞ്ഞത്? റിഞ്ച വർഗീസ്. മിക്കവരും അടുത്തുള്ളവരെല്ലാരും വന്നു. റീജയുടെ ഒക്കെ സ്ഥലം എവിടെയാണ് അപ്പൊ? റിജ മാം ഞാൻ വയനാട്ടിലായിരുന്നു. കൈ ഒടിഞ്ഞിട്ട് അല്ലെങ്കിലും വരായിരുന്നു. എനിക്ക് തലേ ദിവസം ഇറങ്ങിയ, പക്ഷെ കൈയിന്റെ ഞാൻ ചപ്പത്തേക്കും ഫ്രാക്ചർ ഇത് അഴിക്കുന്നു വിചാരിച്ചു. പിന്നെ കഴുത്തിലൊക്കെ കെട്ടിയിട്ട് വരുന്ന മോശമല്ലേ, അത് കാരണം വരാത്തതാണ്. എന്ത് പറ്റിയതോ? മാം പറഞ്ഞിട്ടുണ്ടായില്ല, എന്റെ കൈ ഞാനിവിടെ വീണിട്ട് ഇപ്പോ 1 മാസത്തിൽ കൂടുതലായി കൈയും കെട്ടിയും കൊണ്ടാണത്. അറിയില്ലായിരുന്നു. സെലിബ്രേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നെ? 2-ാം തീയതി. 2-ാം തീയതി. 2-ാം തീയതി 1-ാം തീയതി പ്രശ്നമുണ്ടോ? ഇല്ല മാം, അതൊന്നും പ്രശ്നമില്ല. ബാക്കി മിക്ക ക്ലാസ്സിലും 1-ാം തീയതി വരുന്നുണ്ട് സെലിബ്രേഷന്. അപ്പൊ അന്ന് തന്നെ വെക്കാൻ ചിലപ്പോ 2-ാം തീയതി ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 3-ാം തീയതി സെലിബ്രേഷൻ ആയതുകൊണ്ട് ചിലപ്പോ ക്ലാസ് ചിലപ്പോ ഒഴിവ് വരും, ചിലപ്പോ പറയാൻ പറ്റില്ല. നമുക്ക് 2-ാം തീയതി വെച്ചിട്ട് അന്ന് ഒഴിവ് വന്നാൽ പിന്നെ നമുക്കത് നടത്താൻ പറ്റാണ്ടായി പോയി. മനസ്സിലായോ? ഓക്കെ. ഈ 29th ഓക്കെ ആണോ? ഈ 29th ഫ്രൈഡേ? ഫ്രൈഡേ എന്റെ ക്ലാസ് വരില്ലല്ലേ? ക്ലാസ് വന്ന ദിവസം പറ്റുള്ളൂ. ഫ്രൈഡേ ഓക്കെ ആയിരുന്നു മാം. മൺഡേ മൺഡേ ശരിക്കും നിങ്ങൾക്ക് ആരാണ് ഫസ്റ്റ് പീരീഡ്? മൺഡേ ജോബ് സാറാണ്. ഇപ്പോൾ അത് കൺഫ്യൂഷൻ. 2-ാം തീയതിത്തെ കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല. ക്ലാസ് ഉണ്ടെന്ന് അറിയണേ എനിക്ക് അന്ന് തന്നെ വയ്ക്കാൻ പ്രശ്നമില്ല. അതെന്താ മാം അത്ര നേരത്തെ ക്ലാസ്? 2-ാം തീയതി മുതലേ ക്ലാസ് ഇല്ല? അല്ലടാ, ഞങ്ങൾക്ക് 3-ാം തീയതിയാണ് പ്രോഗ്രാംസ് ഉള്ളത്. സ്മാർട്ട് സ്റ്റഡിയുടെ പ്രോഗ്രാം. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ. അപ്പൊ ആ ഒരു ദിവസം തലേ ദിവസമെങ്കിലും മതിയാക്കി ഫുൾ ഡേ നിന്നില്ലെങ്കിൽ നമ്മളിപ്പോ ക്ലാസ്സിന്റെ ഗ്യാപ്പിലാണ് ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ തിരുവാതിര, ഓണക്കളിന്റെ, പിന്നെ വേറെ കുറെ വെറൈറ്റീസ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കുറച്ച് സമയം കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ 12:30 ക്ലാസ് കഴിഞ്ഞ് 1 മണി വരെയുള്ള ഗ്യാപ്പിൽ 1/2 മണിക്കൂർ. അപ്പൊ നമ്മൾ എല്ലാവരെയും ആ സമയത്ത് എല്ലാ ടീച്ചേഴ്സും ക്ലാസ് പുറത്തുണ്ടാവില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോ 2-ാം തീയതി ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇൻ കേസ് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ വെള്ളിയാഴ്ച എന്തായാലും നിങ്ങളോട് കൺഫേം ആയിട്ട് പറയാം. 1-ാം തീയതി ആണോ 2-ാം തീയതി ആണോ കേട്ടോ? അല്ലെങ്കിൽ മാമിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സെറ്റാക്കാം. അപ്പൊ മാമും ഫ്രീ ആവും. നമുക്ക് പിന്നെ ഓൺലൈനിലായതുകൊണ്ട് എപ്പോഴായാലും കണക്കന്നെ. 3-ാം തീയതി കഴിഞ്ഞിട്ടായാലും 3-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ മൺഡേ അല്ലേ തുറക്കുള്ളൂ സ്കൂള്? ഓണം കഴിഞ്ഞിട്ടല്ലേ? പിന്നെ ഓണത്തിന് മുൻപേ ചെയ്യണ്ടേ? കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസം പോകും. ഓണം കഴിഞ്ഞ് സാറ്റർഡേ പറ്റുമോ? ഈ സാറ്റർഡേയോ? ഇല്ല, ഈ സാറ്റർഡേ നമുക്ക് കോൺവൊക്കേഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിന്റെ. എന്തായാലും ഫ്രൈഡേ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ 1-ഓ 2-ഓ ഇതിൽ ഏതെങ്കിലും ഡേറ്റ് ആയിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം 14th പ്രോഗ്രാം ആയിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി, കുഴപ്പമുണ്ടായില്ല. ഓക്കെ, നമ്മളെ ചാപ്റ്റേഴ്സ് എവിടെ വരെ എടുത്തു എന്ന് പറയാമോ? മാം ഒരു ഡൗട്ട് ചെയ്യട്ടെ. ഈ പ്രാക്ടിക്കലിന് വരാത്തവർക്ക് നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻഫോം ചെയ്യോ എന്നാണ് എപ്പോഴാന്നൊക്കെ? ഇവിടെ ഒന്ന് ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവോ? അത് കോണ്ടാക്ട് ചെയ്തപ്പോഴാ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ബാച്ചിന്റെ ഒപ്പം ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ഇപ്പൊ പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല, വരാൻ പറ്റില്ലെങ്കിൽ. MT8 ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാക്ടിക്കൽസിന്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവര് പറയുമല്ലോ ഡേറ്റ്? ഡേറ്റ് പറയും. നിങ്ങൾക്ക് നേരത്തെ അഡ്വാൻസ് ആയിട്ട് അറിയണമെന്ന് വിളിച്ച് ചോദിച്ചാൽ മതി എന്നോട് ഓഫീസിലേക്ക്. എവിടെ വരെ എടുത്തു എന്ന് പറയോ? മാം പേജ് 122. പേജ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ പേജ് കാണാൻ പറ്റില്ല. മാം യൂണിറ്റ് 7 പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആയിരുന്നു. അതില് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് വരെ എടുത്തിട്ടുണ്ട്. കൾച്ചർ പ്ലാൻ റീക്രിയേഷൻ എടുത്തിട്ടില്ലല്ലോ. കൾച്ചർ പ്ലാൻ 5th പോയിന്റ്. ഇല്ല മാം, അതാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് മേഖലൊന്നും ക്ലാസ്സിലില്ലേ?
സ്കൂളിൽ പോയേക്കണേണോ? ടീച്ചിങ് പ്രാക്ടീസിലാണോ? ഉണ്ടാവാറുണ്ട് മാം, ഇന്ന് ലീവായിട്ടാണ്. ശരി. നമ്മുടെ പ്രോഗ്രാംസ് ആൻഡ് വേരിയസ് കൈൻഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വാല്യൂസ് ആൻഡ് വേരിയസ് കൈൻഡ്സിൽ. അതില് 5th പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. റീക്രിയേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? റീക്രിയേഷൻ പ്രാക്ടിക്കലിന് പോയാൽ മതി. ചേച്ചി ഇന്ന് കുറെ ദിവസം ബിസി ആയിരുന്നു ഓരോരോ പരിപാടികളായിട്ട്. ഇന്ന് കോപ്പി എടുത്തോണ്ട് ഫോട്ടോയുടെ പ്രശ്നം, ഫോട്ടോയുടെ കാര്യം, ഫോട്ടോ എടുത്തില്ല. മറ്റേ ഇനി ആധാറും അതിന്റെ എല്ലാം ഫോട്ടോ. മ്യൂട്ട് ചെയ്യണേ ജ്യോതി. ആ സാർ ഒരു മിനിറ്റ്. Yes. Cultural and recreational activities. Pupils may be aided to develop artistic talent and skills. The undermentioned occasions may be utilized for the purpose. എന്താണ് കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? റീക്രിയേഷൻ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. കൾച്ചറൽ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൾച്ചറൽ പ്രോഗ്രാംസ് എന്താണത്? എന്തൊക്കെ പരിപാടികൾ അതിൽ വരുന്നുണ്ട്? കുട്ടികളിലെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഓരോ പ്രോഗ്രാംസ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നതല്ലേ? യെസ്, അത് തന്നെ അല്ലെ. അതായത് അവരുടെ ആർട്ടിസ്റ്റിക് ടാലന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ എങ്ങനെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ എക്സെട്ര. നമ്മള് സ്കൂളിൽ കണ്ടക്ട് ചെയ്യാറില്ല ആനിവേഴ്സറീസ്, യൂത്ത് ഫെസ്റ്റിവൽസ്, സ്പോർട്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലൻസുകൾ അല്ലെങ്കിൽ സ്പോർട്സിൽ മികവുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോർട്സ് ഡേ പോലുള്ള പ്രോഗ്രാംസുകൾ സ്കൂളിൽ നടത്തപ്പെടുന്നത്. ഓക്കെ. ദെൻ ഓർഗനൈസിംഗ് കൾച്ചറൽ ഫെസ്റ്റിവൽ, ആർട്ട് എക്സിബിഷൻ, മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്റററി ഡിസ്പ്ലേസ് എക്സെട്ര. ഓർഗനൈസിംഗ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്. കൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഓണാഘോഷം, പെരുന്നാൾ, അതൊക്കെയല്ലേ? യെസ്, ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് തുടങ്ങിയ നമ്മളെ ദേശീയോത്സവങ്ങളായിട്ടുള്ള പല പ്രോഗ്രാംസുകൾ എന്താണ് സ്കൂളിൽ കൊണ്ടാടാറുണ്ട് അല്ലെ. അവിടെ അന്നത്തെ ദിവസങ്ങളിലെ പലതരത്തിലുള്ള പ്രോഗ്രാംസ്. ഇപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത്? ഓണത്തിന് പൂക്കള മത്സരമാണ് അല്ലെ. പൂക്കള മത്സരം, വടംവലി, പിന്നെന്താണ് പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ആർട്ട് എക്സിബിഷൻസ് അല്ലെ. ആർട്ട് എക്സിബിഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം പെയിന്റിങ്സ് വരുന്നുണ്ട്. എല്ലാ ടാലൻസും ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇപ്പൊ പെയിന്റിങ്സ് മാത്രം ഡ്രോയിങ്സ് വരും അല്ലെ. പലതരത്തിൽ ഡ്രോയിങ്സ് വരും. അതൊക്കെ എന്താണ് ആർട്ട് എക്സിബിഷൻസിൽ. ഇപ്പൊ ചില തീമുമായി ബന്ധപ്പെട്ടായിരിക്കും കുട്ടികൾ വരയ്ക്കുന്നത്. ഓക്കെ, തീം കൊടുത്തതിന് ശേഷം ആ തീം റിലേറ്റഡ് ആയിട്ടുള്ളത് കുട്ടികൾ വരയ്ക്കുന്നത്. ദെൻ മ്യൂസിക്കൽ പെർഫോമൻസ് അല്ലെ. സംഗീതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാട്ടിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്താണ് മ്യൂസിക്കൽ പെർഫോമൻസുകൾ നമ്മൾ കണ്ടെത്താറുണ്ട്. മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ പാട്ട് മാത്രമല്ല, അവിടെ ഇൻസ്ട്രുമെന്റ്സും വരുന്നുണ്ട് അല്ലെ. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇൻസ്ട്രുമെന്റ്സ്? വയലിൻ, വയലിൻ, തബല വായിക്കുന്നത്, വയലിൻ, തബല, വീണ, ഗിറ്റാറ്, പിന്നെന്താണ് ഫ്ലൂട്ട് വായിക്കുന്നവരുണ്ട് അല്ലെ. യെസ്, അതെല്ലാം തന്നെ മ്യൂസിക്കൽ പെർഫോമൻസിൽ വരുന്നത്. ലിറ്റററി ഡിസ്പ്ലേസ് എക്സെട്ര. ലിറ്ററസി ഡിസ്പ്ലേസ്. എന്താണ് ലിറ്ററസി ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? അത് എന്താണ്? സ്റ്റോറി റൈറ്റിംഗ്, പോയം റൈറ്റിംഗ്സ് ഒക്കെയാണ് മാം. സ്റ്റോറി റൈറ്റിംഗ് സാക്ഷരതയാണോ മാം? ലിറ്ററസി ഡിസ്പ്ലേസ്. നമ്മള് ഈ ഡിസ്പ്ലേസ് കണ്ടിട്ടില്ല? സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ കുട്ടികൾ രേഖപ്പെടുത്തി കുട്ടികളുടേതായ പല പ്രോഗ്രാംസുകളും അവർ കണ്ടിട്ട് ഇപ്പോ കളറിംഗ് പെയിന്റ് ചെയ്തൊരു കളർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ക്വിസസ് ആവാം, പഴഞ്ചൊല്ലുകളാവാം. എന്തെങ്കിലും ഒരു തീം വെച്ച് ബന്ധപ്പെട്ട് കുട്ടികൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലോ ചാർട്ട് പേപ്പേഴ്സിലോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്കൂളിന് നമ്മൾ ഓപ്പണിംഗ് ചെല്ലുന്ന സ്ഥലത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? ഒരു ബോർഡ്, വൈറ്റ് ബോർഡിൽ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ ഡിസ്പ്ലേസസ്? മോളുടെ സ്കൂളൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ട്.
ഇപ്പൊ ചില കുട്ടികൾ കവിത എഴുതിയിട്ടുണ്ടാവും, കഥ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺസ്, അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല 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 ടാലന്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ നല്ല കവിതകളൊക്കെ എന്താണ് ഇതേപോലെ നമ്മളത് ഡിസ്പ്ലേ ചെയ്യും. അതിനെ ലിറ്ററസി ഡിസ്പ്ലേസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്? ഇൻസ്പയർ സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹോബീസ്. എന്താ പറയുന്നത്? ഇൻസ്പയർ സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹോബീസ്. കുട്ടികളുടെ ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമ, ഫോക്ക് ഡാൻസ്, recreations, all mirroring ideas like the unit of our heritage, religious and tolerance, etc. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം പ്രോഗ്രാംസുകൾ എന്ന് പറയുന്നത്? അതായത് പ്രത്യേകിച്ച് ഫോക്ക് ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാംസ്, ഡ്രാമയൊക്കെ, നാടകമൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അതിന്റെ ഐഡിയാസ് വരുന്നത് ഒന്നില്ലെങ്കിൽ ഹെറിറ്റേജിനെ കുറിച്ചിട്ട്. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് പാരമ്പര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ടോളറേഷൻസിനെ കുറിച്ചിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ടോപ്പിക്സുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ത് റെസിറ്റേഷൻസ് വരുന്നത്. എന്താണ് റെസിറ്റേഷൻ എന്ന് പറയുന്നത്? പദ്യപാരായണങ്ങൾ അല്ലെ റെസിറ്റേഷൻസ്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ടോപ്പിക് കൊടുക്കുക. ആ ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ അത് തയ്യാറാക്കേണ്ടത്. അപ്പൊ ആ ടോപ്പിക്കിനോടുള്ള എത്രത്തോളം ആ കുട്ടികൾക്ക് അവബോധം ഉണ്ടായി, എന്താണ് ആ ടോപ്പിക് ആ കുട്ടികളിൽ സ്വാധീനിക്കുന്നത് എന്നൊക്കെ നമുക്ക് അവരുടെ ആ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ആ എഴുതുന്ന പാരായണത്തിൽ അല്ലെങ്കിൽ ആ പദ്യത്തിൽ അതിപ്പോ സ്റ്റോറി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ആ ടോപ്പിക്ക് തരുന്നതിനനുസരിച്ച് കുട്ടി ആ ടോപ്പിക്കിനോട് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ operating intra-school competition in different areas. Operating intra-school competition in different areas. Intra-school competition. എന്താണ് intra-school competitions എന്ന് പറയുന്നത്? നമ്മൾ കലോത്സവങ്ങൾ നടത്താറില്ലേ? കലോത്സവം നടത്തുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോവാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒരുപാട് സ്കൂളുകൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മറ്റൊരു ഡിഫറെന്റ് ഏരിയാസിൽ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് പല സ്കൂളുകളുമായിട്ട് കുട്ടികൾക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷൻ, മറ്റു സ്കൂളിന്റെ ആ ഒരു പശ്ചാത്തലം എന്താണ്, മറ്റു സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്താണ്, അങ്ങനെ പരസ്പരം ആ ഒരു കമ്മ്യൂണിറ്റിനെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കണം. അതുപോലെ പ്രോഗ്രാംസിന് പങ്കെടുക്കുന്ന സമയത്ത് പലവരെയും കാണുന്നുണ്ട് അല്ലെ? പല കുട്ടികളെ കാണുന്നുണ്ട്, പല ടീച്ചേഴ്സിനെ കാണുന്നുണ്ട്, പലതരം ബിഹേവിയർ കാണുന്നുണ്ട്, പല പ്രോഗ്രാംസുകൾ, പല ജില്ലകളിൽ നിന്നായിട്ട് പല പ്രോഗ്രാംസുകൾ കുട്ടികൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് പല കാര്യങ്ങൾ കുട്ടികൾ ഒബ്സർവ് ചെയ്തത് മനസ്സിലാക്കി. കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അതാണ് എന്താ ഓപ്പറേറ്റിംഗ് intra-school competition in different areas. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ആണ്. സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ്. അതിലൂടെ കുട്ടികളുടെ എന്തിനു വികസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു? ഡെവലപ്പ് ആർട്ടിസ്റ്റിക് ടാലന്റ് ആൻഡ് സ്കിൽസ് അല്ലെ? കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ്സ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? സ്കൂൾ ആനിവേഴ്സറീസ്, സ്പോർട്സ് ഡേ. ഒന്ന് വായിച്ചു വന്ന് വായിക്കണ്ട, മനസ്സിലായത് പറഞ്ഞാൽ മതി. ഹലോ പറയൂ. സ്കൂൾ ആനിവേഴ്സറീസ്, സ്പോർട്സ് ഡേ, പിന്നെ സ്പോർട്സ് ഡേ, പിന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേസസ് എന്നിവ. പിന്നെ ഹോബീസ്, ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമാസ്, ഫോക്ക് ഡാൻസസ്, റെസിറ്റേഷൻസ്, പിന്നെ ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ. എന്തൊക്കെ ഐഡിയാസ് വെച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് കൊടുക്കുന്നത്? യൂണിറ്റ് ഓഫ് അവർ ഹെറിറ്റേജ്, റിലീജിയസ് ആൻഡ് ടോളറേഷൻ, എക്സെട്ര. ഓക്കെ, ദെൻ ലാസ്റ്റ് intra-school competition. Intra-school competition in different areas. ഓക്കെ, മനസ്സിലായോ കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്? Yes, ma'am. Okay, ma'am. Yes. Then citizenship training program. പൗരത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൗരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിന് അല്ലെ? എല്ലാ വ്യക്തികളും ഓരോ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. അപ്പൊ അവർക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൂടുതൽ ട്രെയിൻഡ് ആവേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ വരുന്നത്.
The pupil may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ പൊതുവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഒരു പൗരൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യം അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ റൈറ്റ്സിനെ കുറിച്ച് റൈറ്റ്സ് പിന്നെ മാത്രം മതിയോ? ദേശീയ ഉത്സവങ്ങൾ അറിഞ്ഞിരിക്കണം. ദേശീയ ഉത്സവങ്ങൾ അല്ലെങ്കിൽ എന്താണ് നാഷണൽ ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികൾക്ക് അറിയിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പൗരത്വ പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നമുക്ക് എന്തെല്ലാം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം? എന്തൊക്കെയാണ്? Regularly organizing school assembly, hosting the national flag and singing the national anthem. എന്താണ് നമ്മൾ റെഗുലർ ആയിട്ട് അസംബ്ലി കണ്ടക്ട് ചെയ്യുക അല്ലെ? അസംബ്ലി കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരോടും യൂണിറ്റി ആയിട്ടാണ് ആ അസംബ്ലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? എല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ട് വളരെ ക്വൈറ്റ് ആയിട്ട് നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ ആ അസംബ്ലി അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് സിംഗിങ് ദ നാഷണൽ ആന്തം. എന്താണ് നമ്മള് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ദേശത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ദേശീയ ഗാനമാണ് അല്ലെ? അത് ആലപിക്കുന്നതിനനുസരിച്ച് എന്താണ് ആ ഒരു പൗരൻ എന്താണ് അല്ലെങ്കിൽ അതിൽ പറയുന്ന പല വാക്യങ്ങൾ പല വരികൾ എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു? ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ആന്തം, ജനഗണമന. ഓക്കെ, എല്ലാവർക്കും അത് കാണാതെ അറിയാം അല്ലെ? യെസ്, അതിൽ ഓരോ വരികളും നമ്മുടെ പൗരത്വഷിപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ ഏറ്റവും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന തരത്തിലാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, then organizing mock parliament and debates on local and national problems. Organizing mock parliament. എന്താണ് mock parliament എന്ന് പറയുന്നത്? നമ്മള് ഒറിജിനൽ പാർലമെന്റ് കണ്ടിട്ടില്ലേ പൊളിറ്റിക്സില്? യെസ്, അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ സ്കൂളിലും കണ്ടക്ട് ചെയ്യും. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഒക്കെ ആഭിമുഖ്യത്തിലായിരിക്കുള്ളൂ മോക്ക് പാർലമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ പാർലമെന്റ് എങ്ങനെ തന്നെയാണോ അതേപോലെ അതിലുള്ള മെമ്പേഴ്സ് പോലെ തന്നെ നമ്മളിത് എന്താണ് ഒരു ഗ്രൂപ്പായിട്ട് കണ്ടക്ട് ചെയ്യും. എങ്ങനെയാണ് പാർലമെന്റില് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. ഏതെങ്കിലും ലോക്കലോ അല്ലെങ്കിൽ നാഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ എടുത്തുകൊണ്ട് ഡിബേറ്റ്സുകൾ സംഘടിപ്പിക്കും. ഡിബേറ്റ് എന്താണ്? സംവാദങ്ങൾ അല്ലെ? യെസ്, അപ്പൊ അങ്ങനെ മോക്ക് പാർലമെന്റ് നടത്തുന്ന വഴി എന്താണ് കുട്ടികൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത്, അത് പ്രത്യേകിച്ച് നാഷണൽ ആയിട്ടോ ലോക്കലായിട്ടോ എന്തൊക്കെ ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, എങ്ങനെ അതിന് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാൻ കാരണം, എങ്ങനെ അതിന് പ്രതികരിക്കണം, എങ്ങനെ അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെ മറ്റുള്ളൊരു അഭിപ്രായത്തോട് ഇപ്പൊ വിയോജിപ്പുണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ നമ്മൾ പാർലമെന്റ് ഓൾറെഡി കണ്ടിട്ടില്ല. എങ്ങനെയാണ് പാർലമെന്റ് എന്ന്? യെസ് മാം, ഞങ്ങൾ സ്കൂൾ ലീഡറെ തെരഞ്ഞെടുത്തത് ഈ ഒരു സിസ്റ്റം വഴിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു കാര്യങ്ങൾ. അതെ, യെസ്. അപ്പൊ അങ്ങനെ പാർലമെന്റ് ഡിബേറ്റ്സിൽ കണ്ടക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മോക്ക് പാർലമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കുട്ടികൾ നമുക്ക് ആ ഒരു രീതിയിൽ എന്താണ് പൗരത്വ പരിശീലനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, മാത്രമല്ല ഏതൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെ ഇടപെടണം എന്നൊക്കെ കുട്ടികൾക്ക് വ്യക്തമായിട്ടൊരു തിരിച്ചറിവ് ലഭിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർലമെന്റ് നടത്തുന്ന സമയത്ത് ഇതിൽ കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമായിരിക്കും ഇതിലേക്ക് പ്രോഗ്രസ് ചെയ്തു വരുന്നത് അല്ലെ? അതായത് കുറച്ചുകൂടി സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ എന്താ ശരിക്കും പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ അധികം സംസാരിക്കാനായിട്ട് പറ്റില്ല. കുറച്ചുകൂടി എക്സ്ട്രോവേർട്ട് ആയത്, അതായത് എന്താണ് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കുറെ പേരുണ്ടാവും അല്ലെ? അതായത് സൊസൈറ്റിനോട് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ്, പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളോട് അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ മാത്രമാണ് കുറെയൊക്കെ എന്താണ് ഇതിൽ അഭിപ്രായങ്ങൾ ആ ഡിബേറ്റ്സിൽ പങ്കെടുക്കുള്ളൂ. ബാക്കിയുള്ളവർ പങ്കെടുക്കില്ല എന്നല്ല, പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ കൂടുതലായിരിക്കും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ കുട്ടികൾ എത്രത്തോളം ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് വരെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിബേറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. പിന്നെന്താണ് അറേഞ്ചിങ് ട്രിപ്പ് to place of cultural, religious and historic importance. Arranging trip to places of cultural, religious and എന്താണ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. എങ്ങോട്ടേക്കാണ് ട്രിപ്സ് അറേഞ്ച് ചെയ്യേണ്ടത്?
അതായത് സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ചരിത്രമുറങ്ങുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് അല്ലെ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് നമ്മള് ടൂർ അല്ലെ അല്ലെങ്കിൽ എന്താണ് വിനോദയാത്രകൾ സംഘടിപ്പിക്കുക. ഓക്കെ, യെസ്. അങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്യുന്നു? ഇത്തരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു? ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ മറ്റേ കാപ്പാടൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയും വാസ്കോഡ ഗാമ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സ്ഥലം ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ നമുക്ക്? പിന്നെ പഴശ്ശി പാലസ് ഒക്കെ ഓൾറെഡി അവർ ആ ചരിത്രം കുറച്ച് അറിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അല്ലെ, പഠിച്ച സ്ഥലങ്ങൾ അവർ പഠിച്ച കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ട് നേരെ കാണാണ് അല്ലെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് ഇതൊക്കെ സംഭവിച്ചിരുന്നു എന്ന് ഓർക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ പ്രത്യേകമായ ഒരു വൈബ്രേഷൻസ് ഉണ്ടാകുന്നു അല്ലെ. അത് ഇപ്പൊ പഴശ്ശിരാജയുടെ കൂടിയിടും കാണുന്ന സമയത്ത് നമ്മൾ പഴശ്ശിരാജനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ കാണുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ. ആ ഒരു എന്താ പറയാ ശരിക്കും നടന്ന സ്ഥലങ്ങൾ പോയി കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അല്ലെ. പ്രത്യേകമായിട്ട് ഇതേപോലെ ഹിസ്റ്റോറിക് പ്ലേസസുകൾ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കണ്ടിട്ടുണ്ടോ? തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ട് മാം. കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ് കേട്ടോ. ആ പാലസിലാണ് ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോ അത് പറയാൻ നോക്കിയതായിരുന്നു. ശരിക്കും ഞാനൊരു പ്രാവശ്യം ആ പാലസ് പോയിട്ടുണ്ട്. അതില് ആ പാലസിലൂടെ നടക്കുമ്പോഴൊക്കെ അവര് ആ നടന്ന സിറ്റുവേഷനും ആ ഇന്നസെന്റ് പറഞ്ഞ ഡയലോഗ് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. ആ ഫിലിമാണ് വരിക. നമുക്ക് ആ പാലസിന്റെ ചരിത്രം ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് കൂടെ നടക്കുമ്പോഴൊക്കെ അവര് നടക്കുന്ന നാഗവല്ലിനെയും അതൊക്കെ തന്നെയായിരുന്നു ഓർമ്മ. അത്യാവശ്യം ചെറിയ പേടി ഉണ്ടായിരുന്നേ. കുറച്ച് ഉള്ളോട്ടൊക്കെ പോകുമ്പോൾ ചില ഏരിയകളിലൊന്നും അധികം ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും, ഇപ്പൊ എങ്ങാനും വരുമോ. പക്ഷെ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട് ഒരു പാലസ്, പാലിയൻ കൊട്ടാരം, പാലിയത്തച്ഛന്റെ കൊട്ടാരമാണ്. ഇവിടെ 101 മുറികളാണ് ഉള്ളത്. 101 മുറികളുണ്ട്. അത് ഷൂട്ട് ചെയ്ത് നമ്മുടെ നന്ദനം സിനിമ ഷൂട്ട് ചെയ്തില്ലേ, നന്ദനം. ആ പാലസ് ഇതാണ് കേട്ടോ. ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ്. പക്ഷെ ഗുരുവായൂർ നന്ദനം കാണിച്ചിട്ട് കൊട്ടാരമാണോ ശരിക്കും? കൊട്ടാരത്തിന്റെ ഒരു പോർഷൻ മാത്രമാണ് കണ്ടത്. ഇവിടെ 101 മുറികളുണ്ട്. അതിലൊരു ഭാഗം മാത്രമാണ് നന്ദനത്തിൽ ഷൂട്ട് ചെയ്തത്. മാം, TV ഉള്ള കൊട്ടാരത്തിലാണ് മണിച്ചിത്രത്താഴിന്റെ പകുതി ഷൂട്ട് ചെയ്തതേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അപ്പുറത്തുള്ള. ആണോ? അറിയില്ല കേട്ടോ. അതിന്റെ ബാക്കി ഓൾമോസ്റ്റ് തൃപ്പൂണിത്തുറയാണ് അല്ലെ, ഹൈ പാലസ് തന്നെയാണ് തോന്നുന്നു. ചെറിയ കുറച്ച് ഭാഗങ്ങളായിരിക്കുള്ളൂ ചിലപ്പോ അല്ലെ, അറിയില്ല. അത് മാം ഒരു 10 ഡയറക്ടേഴ്സ് എങ്ങാനും ഒരുമിച്ച് ചെയ്ത ഒരു ഫിലിമാണ്. ഓരോരോ ഭാഗം ഓരോരുത്തർ, വിനയൻ, അങ്ങനെ ഓരോരോ പാട്ട്. അപ്പൊ അതില് ഭൂരിഭാഗം പാട്ട് നമ്മൾ അവിടെ എറണാകുളത്തുള്ള അവിടെയും ബാക്കി 2-3 ചെറിയ ഷോട്ട് അവിടെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഹിസ്റ്റോറിക് പ്ലേസസിലേക്ക് ടൂർ പോകണമെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിലായത് തന്നെയാണ്. നമുക്ക് ശരിക്കും അവിടെ പോയാൽ ഫീൽ ചെയ്ത് അറിയാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ എക്സെട്ര. നമ്മുടെ ദേശീയോത്സവങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിൽ പൗരത്വ ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് പ്രോഗ്രാംസ്, നാഷണൽ ഫെസ്റ്റിവൽസ് ആയ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ മുതലായ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ ആചരിക്കുക അല്ലെ. ഓക്കെ, അതുവഴി എന്താണ് ആചരിക്കുന്നത് വഴി കുട്ടികൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ എസ്റ്റാബ്ലിഷിംഗ് per friendship club and cooperative societies. Establishing per friendship club and cooperative society. ഇത് എന്തിനു വേണ്ടിയായിരിക്കും തയ്യാറാക്കുന്നത്? per friendship club കുട്ടികളുടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള പല കഴിവുകളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സൊസൈറ്റി കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് പെർ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? അപ്പൊ കുട്ടികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പണ്ട് ഒരു സഞ്ചയിക എന്നൊരു സംഭവം ഉണ്ട്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സഞ്ചയിക 5 രൂപ വെച്ച് നമുക്ക് പിരിവിടാറുണ്ട് അല്ലെ. 5 രൂപ വെച്ചിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തവർക്ക് അറിയാൻ പറ്റും.
അതായത് കുട്ടികളിൽ ഒരു സമ്പാദ്യശീലം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു സമ്പാദ്യശീലം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ചെറിയ രീതിയിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് അതിനൊരു പാസ്ബുക്ക് ഒക്കെ ഉണ്ടായിരിക്കും, ഒരാളുടെ പേര് എഴുതിയത് ക്ലാസ് ആണെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് എന്താണ് ഇതൊരു ചെറിയ ഫണ്ട് അല്ലെ, അപ്പൊ ആ കുട്ടികൾക്ക് ആ ഫണ്ട് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇൻ കേസ് അത് എന്താണ് ഇപ്പൊ എക്സ്കർഷനോ ചെറിയ ട്രിപ്പോ ഫീൽഡ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എന്താണ് കുട്ടികൾക്ക് ആ ഒരു എമൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും പിറ്റേ വർഷത്തേക്ക്. അല്ലെങ്കിൽ ഓക്കെ അതിപ്പോ മാസമായിട്ട് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ എടുക്കുന്നതുണ്ട്, അല്ലെങ്കിൽ 1 ഇയർ ആയിട്ട്, അങ്ങനെ പല രീതിയിൽ നടത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ, അങ്ങനത്തെ ഡെപ്പോസിറ്റിംഗ് ശീലമൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. അപ്പൊ അങ്ങനെയും ഓക്കെ ശരി. അപ്പൊ പ്രീ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ഫ്രണ്ട്ഷിപ്പ് ക്ലബ് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ സൗഹാർദ്ദപരമായിട്ടുള്ള കൂട്ടായ്മകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്ലബ്ബാണിത് ശരിക്കും. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളിലെ സമ്പാദ്യശീലം ഉയർത്തുന്നതിനും ഒരു ചെറിയൊരു ഫണ്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി കുട്ടികൾ പഠിക്കുകയാണ്. ഓക്കെ, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പണം കൂടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. പണത്തിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾ അറിഞ്ഞിരിക്കണം. 1 രൂപയാണെങ്കിൽ 1 രൂപയ്ക്ക് വിലയുണ്ടെന്ന് കുട്ടികളെ തിരിച്ചറിയണം. അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണല്ലോ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ വരുന്നത്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കുട്ടികൾക്ക് വേണ്ടിയായിട്ട് ചെയ്യുന്നത് അവർക്ക് എന്താണ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയാണ് അല്ലെ. ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ അവബോധം കുട്ടികൾക്ക് ഉണ്ടാകാൻ. അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് അല്ലെ. പൗരത്വ പരിശീലന പരിപാടി നമുക്ക് എങ്ങനെയൊക്കെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പൗരത്തിനെ നല്ല രീതിയിൽ ഒരു പൗരനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ പ്രധാനമായിട്ടൊരു സ്കൂൾ അസംബ്ലി റെഗുലർ ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതോടൊപ്പം നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാം, നാഷണൽ ആന്തം കുട്ടികളെ ആചരിക്കും. ദെൻ മോക്ക് പാർലമെന്റ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. മോക്ക് പാർലമെന്റ്സിൽ ഡിബേറ്റ്സുകൾ കൊണ്ടുവന്നിട്ട്, അതായത് ഡിബേറ്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കുട്ടികളെ കൊണ്ട് ഡിബേറ്റ്സ് സംഘടിപ്പിക്കുന്നത്. ദെൻ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസിലേക്ക് നമ്മൾ എക്സ്കർഷൻസ് അല്ലെങ്കിൽ ടൂർ അല്ലെങ്കിൽ ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്നു. ദെൻ എല്ലാ നാഷണൽ ഫെസ്റ്റിവൽസുകളും അല്ലെ, എല്ലാ നാഷണൽ ഫെസ്റ്റിവൽസിലും നമ്മൾ ആചരിക്കുന്നു. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ എക്സെട്ര. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ എന്താണ് നല്ലൊരു പൗരനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പരിശീലനമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് 6ാമത്തെ പോയിന്റ്. Then last one. നിങ്ങളോ നിങ്ങളിങ്ങനെ പമ്പിട്ട നെക്സ്റ്റ് സോഷ്യൽ സർവീസ് പ്രോഗ്രാം. കുറെ പേരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങള് എന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. NSS NCC ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടാവും കുറെ പേര്. സോഷ്യൽ സർവീസ് പ്രോഗ്രാം. Social service activities promote social belongingness, social cohesion, and social well-being. ഈ സൊസൈറ്റി സർവീസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം പ്രോഗ്രാംസുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് കുട്ടികളിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്? എന്താണ് സോഷ്യൽ ബിലോങ്ങിനെസ് എന്ന് പറയുന്നത്? സോഷ്യൽ ബിലോങ്ങിനെസ് എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ട് ബന്ധം, അവരും നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്കാരാണ് അല്ലെ, ഒരു ഐക്യം ഫീൽ ചെയ്യുന്നത് പോലെ. സോഷ്യൽ കൊഹഷൻ എന്താണ്? സോഷ്യൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ എന്തൊക്കെയാണ് സോഷ്യൽ കൊഹഷൻ? കൊഹഷൻ എന്നൊരു പദം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പാർട്ട് 3-ലാട്ടെ സാമൂഹ്യക്ഷേമം അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന്റെ മൊത്തം സൊസൈറ്റിയോടുള്ള ഒരു വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ക്ഷേമം കൂടുതലായിട്ട് നമ്മൾ എന്താണ് ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഏർപ്പെടുക. അതാണ് സോഷ്യൽ സർവീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ്, സൊസൈറ്റിയുടെ ഇടയിലേക്ക് ഇടങ്ങിച്ചേർന്നുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലെ. സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? സൊസൈറ്റിയിലേക്ക് ഇറങ്ങി സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് സോഷ്യൽ സർവീസിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? ഫോളോയിങ് ആക്ടിവിറ്റീസ് മേ ബി ഓർഗനൈസ്ഡ് ഫോർ ദ പർപ്പസ് organization of literacy campus in rural areas, slum areas. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? Organization of literacy camps in rural areas and slum areas.
എന്ത് ഓർഗനൈസ് ചെയ്യാനാണ് പറയുന്നത്? അതായത് പ്രത്യേകിച്ച് ലിറ്ററസി ക്യാമ്പ്സ് ആണോ? ഇതിൽ ക്യാമ്പസ് എന്നുള്ളത് ക്യാമ്പ്സ് ആണോ? ക്യാമ്പുകള് ക്യാമ്പസ് എന്നാണല്ലോ എടുക്കണേ. ക്യാമ്പുകൾ എന്നാണ് കേട്ടോ, അങ്ങനെ ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ലിറ്ററസി ക്യാമ്പുകൾ കണ്ടെത്തുന്നത്? പ്രത്യേകിച്ച് എവിടെയാണ്? പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ സ്ലം ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? തെരുവ് പ്രദേശങ്ങളിൽ, തെരുവ് ഏരിയകൾ നമ്മൾ പറയാറുണ്ട്. അവിടേക്ക് എന്തിനാണ് ലിറ്ററസി ക്യാമ്പുകൾ കൊടുക്കുന്നത്? നമ്മള് ഇതിനു വേണ്ടിയിട്ടാണ്. സ്കൂളിലൊന്നും പോകുന്നുണ്ടാവില്ലല്ലോ. യെസ്, അതായത് അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണത്. റെന്റേഷൻ വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. എന്താണ് റെന്റേഷൻ വോളണ്ടറി സർവീസസ്? എന്താണ് വോളണ്ടറി സർവീസസ് എന്ന് പറയുന്നത്? വോളണ്ടറി സർവീസസ് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ഫെസ്റ്റിവൽസ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കുറെ കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും അല്ലാതെ കുട്ടികളായ ആൾക്കാരെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. ആ പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിട്ടില്ലേ നമ്മൾ? ലോക്കൽ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പൊ എന്താണ് ഇപ്പൊ ഓണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണച്ചന്ത തൊടും അല്ലെ. ഓണച്ചന്ത എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ഫെസ്റ്റിവൽസ്, ഇപ്പൊ ഉത്സവം ആയിക്കോട്ടെ, എന്ത് ഫെസ്റ്റിവൽസ് ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നതിന് കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ. കുറച്ച് ആളകത്തേക്ക് കയറ്റി വിടുന്നതിനോ അല്ലെങ്കിൽ ഈ പുറത്തേക്ക് കയറ്റി വിടുന്നതിനോ അല്ലെങ്കിൽ ഓരോ പ്ലേസസ് ഓരോ ഏരിയാസ് കവർ ചെയ്യുന്നതിന് അവിടെ ആ ഏരിയാസ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുറച്ച് പേരെ വോളണ്ടിയേഴ്സ് ആയിട്ട് വയ്ക്കും. ഇങ്ങനെ വോളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? അപ്പോ എന്താ ചെയ്യുന്നത്? അവര് കൺട്രോൾ ചെയ്യാന് അല്ലെ, കൺട്രോളിംഗ് ആണ്. പല കാര്യങ്ങളും അവർ നിയന്ത്രിച്ചിട്ട് അതായത് ആ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് വോളണ്ടറി സർവീസസ് കൊടുക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ആൾക്കാരിൽ വരുന്നുണ്ട്. ഓവർഫ്ലോ ആണ് അവിടെ വരുന്നത് അല്ലെ. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എന്താണ് ആളുകളുടെ ഓവർഫ്ലോസ് ആണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരിക്കണം അല്ലെ. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യത, ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്, പലതരത്തിലും മോശമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പോലെയാണ് വോളണ്ടറി സർവീസസ് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ ഇപ്പൊ സ്ത്രീകൾ ഓരോ ഭാഗത്താണ്. സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരാളുണ്ടാവും, പുരുഷന്മാരെ കൺട്രോൾ ചെയ്യുന്നതിന് കുറച്ച് പേരുണ്ടാവും അല്ലെ. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ രണ്ട് കാറ്റഗറി ടൈപ്പ് ഓഫ് ആളുകൾ വരുന്ന സമയത്താണ് പെണ്ണുള്ള സമയത്ത് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാറുണ്ട് അല്ലെ. ഇൻകേസ് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും, കുട്ടികളും മുതിർന്നവരും വയോധികരുണ്ടെങ്കിൽ പോലും എന്താണ് അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ഇപ്പൊ നമ്മുടെ എന്താണ് ഇപ്പൊ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. വോളണ്ടിയേഴ്സ് ചെയ്ത് കണ്ടിട്ടില്ലേ നമ്മള് റിഫ്രഷ്മെന്റ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ചെറിയ രീതിയിലുള്ള ഒരു സ്നാക്സ് പോലെ പരിപാടികളൊക്കെ കൊടുത്തിട്ട് എന്താണ് അവർക്ക് ഒരു സമാശ്വാസമാണ് ശരിക്കും ആര് കൊടുക്കുന്നത്? വോളണ്ടിയേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സൊസൈറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇത് പ്രോഗ്രാംസ് പ്രത്യേകിച്ച് ലോക്കൽ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് പ്രോഗ്രാംസുകളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡ്യൂട്ടിയാണ് എന്ത് വോളണ്ടിയർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു വലിയൊരു സോഷ്യൽ സർവീസ് പ്രോഗ്രാം തന്നെയാണ്. ചെയ്തിട്ടുണ്ടോ വോളണ്ടിയർ സർവീസ് നിങ്ങൾ ആരെങ്കിലും? ജില്ലാ കലോത്സവം ഞങ്ങളെ സ്കൂളിലായിരുന്നു. അന്ന് വോളണ്ടിയർ ആയിട്ടുണ്ട്. നമ്മള് ഫുഡിന്റെ ഏരിയയിലും നിൽക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തും എന്റെ ഡ്യൂട്ടി അവിടെ കണ്ടുവരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തായിരുന്നു ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നത്. എനിക്കും സെയിം എക്സ്പീരിയൻസ് ഉണ്ട് മാം. ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ജില്ലാ കലോത്സവം ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. പിന്നെ നബിദിനത്തിന് പരിപാടി ഉണ്ടാകുമ്പോ മദ്രസിലൊക്കെ വളണ്ടിയർ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഭയങ്കര നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ചോർത്തലും ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബിസി ആയിരിക്കുള്ളൂ ആ സമയത്ത് അല്ലെ. മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ ആ ഒരു പീരീഡില്. ഇപ്പോഴും ചെയ്യുന്നവർ കണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മൾ ആ പഠിച്ച കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ പ്രോഗ്രാം തീരുന്നവരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. തീർക്കാത്ത അത് പൂർണ്ണമായി ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മളുടെ. എല്ലാം നമ്മളെ കൺട്രോളിലാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടോ, ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ വലിയൊരു ഇതാണ്. എല്ലാരും നമ്മോട് വന്നൊക്കെ ചോദിക്കുമ്പോഴേ എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ മറ്റു സ്കൂളിൽ നിന്ന് വന്നവര് ടീച്ചേഴ്സ് ഒക്കെ നമ്മോട് ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് എന്തോ വലിയ ആളാമാരൊക്കെ ഒരു ഫീലിംഗ് തോന്നും. ശരി, ഓക്കെ. Then organizing camp for highlighting the importance of environmental
Environmental hygiene, organizing camp for highlighting the importance of environmental hygiene. എന്ത് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്? എന്ത് ക്യാമ്പുകളാണ്? പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചു വരുന്നത് അല്ലെ? എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ് ആണ്, പ്രത്യേകിച്ച് ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചു വരുന്ന ക്യാമ്പ്സുകൾ അല്ലെ? അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുക. എന്താണ് എൻവയോൺമെന്റൽ ഹൈജീനിക്കിന്റെ ഇമ്പോർട്ടൻസ്? ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖലയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസ്ഥിതി ശുചിത്വത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, അതൊക്കെ എന്താണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ എൻവയോൺമെന്റൽ ഹൈജീൻ മാത്രമല്ല, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, then participating in minor creation works in outside the school like laying out link roads, gardens, whitewash, etc. ഇനി മൈനർ ക്രിയേഷൻ വർക്ക്സ്, നമ്മൾ ചെറിയ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി തന്നെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളും സ്കൂൾ റിലേറ്റഡ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഔട്ട്സൈഡ് ദ സ്കൂൾ. ഔട്ട്സൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ലിങ്ക് റോഡ്സുകൾ ഉണ്ടാവാം, ഗാർഡൻസ്, ഇവിടെയൊക്കെ അതിപ്പോ നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ എന്താണ് ഇപ്പൊ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ, ഗാർഡൻ ഒക്കെ അല്ലെങ്കിൽ ചെറിയൊരു പാർക്ക് വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലെ? വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഗാർഡൻസിനകത്ത് കുറെ കോർണറുകൾ വെച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ വുഡന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. വുഡനിന്റെ നമ്മളിപ്പോ ചെറിയ മതിൽക്കെട്ടുകളൊക്കെ പോലെ തയ്യാറാക്കുന്നത്, അതൊക്കെ എന്താണ് വീണ് കിടക്കുകയായിരിക്കും. ചിലപ്പോൾ അതിന്റെ മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ ആകെ വൃത്തികേടായി കിടക്കുന്ന സമയത്ത് നമുക്കതൊന്ന് വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് വളരെ ക്ലീൻ ആക്കി ആ ചെടികളൊക്കെ മര്യാദ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള പ്ലേസസ് ഉണ്ടാവും അല്ലെ? അവിടെയൊക്കെ എന്താണ് ഈ സിറ്റിംഗ് പ്ലേസസ് ഉണ്ടാവും, ബെഞ്ച്, ഡെസ്ക് പോലെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, ചെയർസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ എന്താണ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ഓർഗനൈസിംഗ് പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, evil of dowry, etc. Evils of dowry, etc. പിന്നെ നമ്മള് പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മള് കൊറോണ സമയത്ത് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അതിന്റെ പേര് അറിയാമോ? കൊറോണ സമയത്ത് ഉണ്ടായ ക്യാമ്പയിന്റെ പേര്? മാം, ഇപ്പൊ ഫ്ലാഷ് മോബ് ഒക്കെ ഉണ്ടാവുന്നില്ലേ, അതൊക്കെ ഇതിന്റെ ബേസിലാണ് വരാം. നമ്മൾ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്നു ഒരു ക്യാമ്പിന് പേരുണ്ടായിരുന്നു, ആ ക്യാമ്പയിന് ബ്രേക്ക് ദ ചെയിൻ. ഓർക്കുന്നുണ്ടോ നിങ്ങള്? അല്ലേ? ഓർക്കാതിരിക്കോ നിങ്ങളത് അല്ലെ? യെസ്. അതേപോലെ ഇപ്പൊ ഫ്ലാഷ് മോബ് അത് കൊടുക്കാൻ വേണ്ടിയും പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് പബ്ലിക്കിനൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അത്തരത്തിലുള്ള ഇപ്പൊ ഫ്ലാഷ് മോബ് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റു ചില ഡ്രാമയില്ലേ, എന്ത് ഡ്രാമയാണ് പോലെ റോഡിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ തെരുവ് നാടകം അല്ലെ? തെരുവ് നാടകം. ഓക്കെ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ എന്ത് പബ്ലിക് റെക്കഗ്നേഷൻ കൊടുക്കുന്ന എന്ത് ടോപ്പിക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഒന്നല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് എയ്ഡ്സിനെ കുറിച്ച് അല്ലെ? എയ്ഡ്സ് എന്ന രോഗത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈവിൾസ് ഓഫ് ഡവറി. ഈവിൾസ് ഓഫ് ഡവറി എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീധനം അല്ലെ? സ്ത്രീധനത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെ പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് കൊടുത്തിട്ട് നമുക്ക് എന്ത് സംഘടിപ്പിക്കാൻ പറ്റും? ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കാം അല്ലെ? ക്യാമ്പയിൻസ് അപ്പൊ എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമാണ്? സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ സോഷ്യൽ സർവീസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, അതായത് സൊസൈറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു സൊസൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്താ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ സ്ലം ഏരിയാസിലൊക്കെ എന്താണ് ചെറിയ രീതിയിൽ ലിറ്ററസി ക്യാമ്പുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അതേപോലെ വോളണ്ടറി സർവീസസുകൾ ലോക്കൽ ഫെസ്റ്റിവൽസിന് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? എൻവയോൺമെന്റൽ ഹൈജീനുമായി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. പിന്നെന്താണ്? മൈനർ ക്രിയേഷൻ വർക്ക്സിൽ, പ്രത്യേകിച്ച് ഔട്ട്സൈഡ് സ്കൂളിന് പുറത്തുള്ള ആക്ടിവിറ്റീസ്, അതായത് ഗാർഡൻസ്, വൈറ്റ് വാഷിംഗ്, ലിങ്ക് റോഡ്സ്, ലേഡ് ഔട്ടിങ്ങൾ, ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് അത് നമുക്ക് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പബ്ലിക് റെക്കഗ്നേഷൻ കൊടുക്കുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാം. അതായത് പബ്ലിക്കിന് പ്രാധാന്യമുള്ള വിഷയത്തെ കുറിച്ചിട്ടുള്ള ക്യാമ്പയിൻസ്. എന്തൊക്കെയാണ് ടോപ്പിക് പറയുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഈവിൾസ് ഓഫ് ഡവറി സിസ്റ്റം അല്ലെങ്കിൽ ഡവറി എക്സെട്ര. ഓക്കെ, അത് ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ, ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, പല പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കൂലേ? അതെ, പോസ്റ്ററുകൾ ഉണ്ടാക്കും. ബ്രേക്ക് ദ ചെയിനിൽ നമുക്ക് ഒരു പോസ്റ്റർ പോസ്റ്റർ ഓർമ്മയുണ്ടോ? ബ്രേക്ക് ദ ചെയിനില്ല
എങ്ങനെയായിരുന്നു? ആ, നമ്മൾ ഒരു ചെയിൻ വിട്ട് അടുത്ത ചെയിനിലേക്ക് കണക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ പിക്ചർ വരുന്നത് അല്ലെ? ലെഫ്റ്റ് ചെയിൻ ക്യാമ്പയിന്റെ ഇല്ല മാം, ഓർമ്മയുണ്ടല്ലോ. ശുചിത്വം നടക്കുന്നൊക്കെ പറയണ പോലത്തെ പോസ്റ്ററുകൾ ഉണ്ടാക്കൂലേ? ആ അതെ അതെ, ഒരു മിനിറ്റ്. അതിന്റെ പേജ് ഞാൻ കാണിച്ചതാ. നമ്മളത് കൊറോണ വൈറസിനെ കാണിച്ചിട്ടായിരുന്നു പിക്ചർ വന്നിരുന്നത് അല്ലേ? ആയിരുന്നില്ലേ അത്? ആ, കൊറോണ വൈറസിന്റെ പിക്ചർ ഉണ്ടായിരുന്നല്ലോ. കിട്ടുന്നില്ല കേട്ടോ. ഇന്റർനാഷണൽ ആയിട്ട് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മൾ 5 പേരെ കാണിച്ചിട്ട് 6ാമന്റെ കയ്യിൽ നമ്മൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ കൈവിട്ട് നിൽക്കുന്ന ടൈപ്പ് പിക്ചർ ആണ് അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നു കേട്ടോ. പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പോസ്റ്ററിൽ വരുന്നത് ഒരു സാനിറ്റൈസറിന്റെ ഒരു പിക്ചർ ആണ് അതിൽ വരുന്നത്. ഇത് തന്നെ കാണാമോ? ഇങ്ങനെ നിങ്ങൾക്ക് മിററിൽ കാണുമ്പോ തിരിച്ചായിരിക്കുമല്ലേ കാണുന്നത് അല്ലെ? കാണാൻ പറ്റുന്നില്ല മാം, കാണാൻ പറ്റില്ല. തിരിച്ചാണ് കാണുന്നത്, പക്ഷെ ഇത് ശരിക്കും കാണുന്നുണ്ട്. അതെ, തിരിച്ചാണ് കാണുന്നത്. മനസ്സിലായില്ലേ സംഭവം എന്താണ്? ഇപ്പൊ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ക്യാമ്പയിനുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 7 പ്രോഗ്രാംസും കഴിഞ്ഞു. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്. പല രീതിയിലുള്ള പ്രോഗ്രാംസിൽ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി പ്രയർ പഠിച്ചു അല്ലെ? കമ്മ്യൂണിറ്റി പ്രയർ, ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം, SUPW, സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്, കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ്, സിറ്റിസൺഷിപ്പ് പ്രോഗ്രാം ആൻഡ് സോഷ്യൽ സർവീസ് പ്രോഗ്രാം. ഓക്കെയാണോ അത്? ഓക്കെ. ഇനി യൂണിറ്റ് 8 ആരെങ്കിലും എടുത്തിരുന്നോ? ഗുഡ് മാനേഴ്സ്? ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് തുടങ്ങി വെക്കാം നമുക്ക്. ഗുഡ് മാനേഴ്സ്, യൂണിറ്റ് 8, ഗുഡ് മാനേഴ്സ്. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്. ഇതില് നമ്മൾ ഗുഡ് മാനേഴ്സ് എന്ന് പറയുമ്പോൾ മര്യാദകൾ ആരോടൊക്കെയാണ് പാലിക്കേണ്ടത്, ആരോടൊക്കെയാണ് കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതിൽ ആദ്യം പറയുന്നത് ഫ്രണ്ട്സിനോടാണ്. ഫ്രണ്ട്സിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ തന്നെ ബാത്റൂമിൽ നമ്മൾ നോക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ്, ബെഡ്റൂം മാനേഴ്സ് എന്തൊക്കെയാണ്, ജനറൽ മാനേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ പോകുന്നത് കേട്ടോ. നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കി വെക്കാം, അത് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. Manners with a friend. Friend need as a friend in need. Good friend is a must for everybody. So we have good friends and maintain the friendship even with an empathetic mind. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. Friend in need is a friend. Friend in need is a friend indeed. എന്താണ് പറയുന്നത് അങ്ങനെ? അത് പ്രോവർബ് അല്ലേ മാം? അതൊരു പ്രോവർബ് ആണ്. എന്താണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു സുഹൃത്തിന് പകരം നല്ലൊരു സുഹൃത്ത് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണോ പറയുന്നത്? ആവശ്യമുള്ളൊരു സുഹൃത്ത് എപ്പോഴും നമ്മളൊരു സുഹൃത്താണ് അല്ലെ? അങ്ങനെയല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത് മാം, പറഞ്ഞപ്പോ അങ്ങനെയായിപ്പോയി. ഓക്കെ, അപ്പൊ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു സൗഹൃദം അല്ലെ? ഇപ്പൊ കുട്ടികൾ ഇപ്പൊ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തുടങ്ങുന്ന സൗഹൃദം ഒരിക്കലും ചിലപ്പോൾ ലൈഫ് ലോങ്ങിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അല്ലെ? ചെറിയ ക്ലാസ്സിൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ കൂട്ടുകാരൻ എന്നത് നമ്മളുടെ ബാക്കി റിലേഷൻഷിപ്സ് പോലെയല്ല അല്ലെ? കൂട്ടുകാരൻ കൂട്ടുകാരി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സ്പീച്ച്ലെസ് ആയിട്ടുള്ളൊരു, നമുക്ക് അവരുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര ഓപ്പൺ ആണ് അല്ലെ? നമുക്ക് ബൗണ്ടറീസ് ഇല്ല, അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ബൗണ്ടറീസ് ഇല്ല, പക്ഷെ ബൗണ്ടറീസ് വേണം. അതായത് നമ്മുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടുകാരനെ എന്ത് മോശമായ രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. റെസ്പോണ്ട് അല്ല, ബിഹേവ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നമ്മളുടെ പെരുമാറ്റം അനുസരിച്ച് മാത്രം ഒരിക്കലുള്ളൂ ആ കുട്ടി നമ്മളുടെ കൂടെ നിലനിൽക്കുള്ളൂ, ആ സൗഹൃദം നമ്മുടെ കൂടെ നിലനിൽക്കുള്ളൂ അല്ലെ? നമ്മളെ മോശമായിട്ട് എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാന്നുള്ളൊരിതുണ്ടോ? ഇല്ലല്ലോ.
ഇല്ല മാം, അതൊരിക്കലും പറ്റില്ല. വളരെ നീറ്റായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയുള്ള എന്തും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആളെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ സൗഹൃദം ഒരിക്കലും ആൾക്ക് ഇറിറ്റേറ്റഡ് ആവരുത്, അല്ലെ? അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളിൽ നിന്ന് അവർ വിട്ടുപോകുന്നത്. കാരണം നമ്മളുടെ കൂട്ടുകെട്ട് അവർക്ക് ഇഷ്ടമുള്ളതായി മാറുന്നു. ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ ഇപ്പൊ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവായിരിക്കും, അല്ലേ? കല്യാണം കഴിഞ്ഞു പോയാലും ഇപ്പോഴും നിലനിൽക്കുന്ന സൗഹൃദങ്ങളുണ്ട്. ചിലപ്പോ നേരെ മറിച്ച് നമുക്കിപ്പോ ആ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നല്ലൊരു സുഹൃത്തിനെ എവിടെയെങ്കിലും വെച്ച് കിട്ടും. അതങ്ങനെയാണ്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ലൈഫ് ലോങ് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ചില സൗഹൃദങ്ങൾ ലൈഫ് ലോങ് പോകില്ല, അല്ലെ? ആ കൂട്ടുകാരെ നമ്മളിൽ നിന്ന് വിട്ടു പോകാനുള്ളതാണെങ്കിൽ ആള് നമ്മളിൽ നിന്ന് പോകും, അല്ലെ? സത്യമല്ലേ അത്? പിന്നെ പക്ഷെ നമ്മുടെ അവിടെ സൗഹൃദം അവസാനിക്കുന്നുണ്ടോ? ഇല്ല, ആ സൗഹൃദം എപ്പോഴും മനസ്സിലിടും. പക്ഷെ വേറൊരു ഫ്രണ്ട്സ് വരും, വേറെ ഫ്രണ്ട്സ് വരും, വേറെ ഫ്രണ്ട് വരും. അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സുഹൃത്തുക്കളായിട്ട് പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും, അല്ലെ? അതായത് നമ്മൾ അപ്പോ ആ സൗഹൃദത്തെ വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം എന്തായിരിക്കും? നമ്മളിൽ ഉണ്ടായ ഒരു മോശാനുഭവമാണ്, അല്ലെ? അല്ലെങ്കിൽ അയാളിൽ നിന്ന് നമുക്കൊരു മോശാനുഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ ആ കൂട്ടുകെട്ട് വേണ്ടാന്ന് തീരുമാനിച്ചത്. അതൊരു നല്ല സുഹൃത്താണോ നമ്മുടെ? അല്ല, അല്ലെ? അങ്ങനെ ഒരാള് നമ്മുടെ നല്ലൊരു സുഹൃത്തല്ല. നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കപ്പെടണം, അല്ലെ? എത്ര കോമഡിയും തമാശയും അല്ലെങ്കിൽ കളിയാക്കലും ഉണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു വ്യക്തിയോട് റെസ്പെക്ട് ഉണ്ടാവും. അതേപോലെ നമ്മൾ അങ്ങോട്ട് കാണിക്കുമ്പോൾ മാത്രമേ തിരിച്ചു അവരിങ്ങനെ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയി മാറിയ പോലെ അങ്ങനെയുള്ള സൗഹൃദങ്ങളില്ലേ നമുക്ക്? കൂടപ്പിറപ്പിനെ പോലെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ മറ്റു റിലേഷൻഷിപ്പിനേക്കാളും ഏറ്റവും നല്ലൊരു എന്താ പറയാ, ഏറ്റവും ഹാപ്പിനെസ്സും കിട്ടുന്നത് വന്നാൽ ഏറ്റവും നമ്മൾ ചിരിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രീ ആയിട്ടൊരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളോട് അറ്റാച്ച്മെന്റ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. കൂട്ടുകാർ മാത്രമുള്ള ആൾക്കാരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ലാതെ കൂട്ടുകാർ മാത്രമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? We have good friends and maintain the friendship even with an empathetic mind. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ആ ഒരു ഫ്രണ്ടിനോട് ബിഹേവ് ചെയ്യേണ്ടത്? എംപത്തറ്റിക് സ്വഭാവമായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം. അതേപോലെ നമ്മൾ നല്ലത് ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ നമ്മളോട് ഇങ്ങോട്ടും തിരിച്ചും കാണിക്കത്തുള്ളൂ. അതെ, വെരി ഗുഡ്. യെസ്, teachers should assert the importance of good friendship and give some instruction on how to maintain friendship through manners. ടീച്ചേഴ്സ് എന്താണ്? ടീച്ചേഴ്സ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു കൂട്ടുകാരൻ എന്താണ്, കൂട്ടുകാരി എന്താണെന്ന് കുട്ടികൾ അറിയണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്ന ഒരു പരിചയം അവർക്കുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കാണുന്ന ഒരു പരിചയമുള്ളൂ. അതിനപ്പുറത്തേക്ക് സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്താണ്, ഒരു കൂട്ടുകാരന്റെ നില എന്താണ്, കൂടെ ഉള്ളതിന്റെ ആ ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അധ്യാപകർ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്? അതെങ്ങനെ നിലനിർത്തണം. സൗഹൃദം ആണായാലും പെണ്ണായാലും എന്താണ്, എങ്ങനെ നിലനിർത്തണം നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള ഒരു സൗഹൃദമായിരിക്കും? ഗുഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെ? ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കാരണം അവർ പരസ്പരം അവരെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, എപ്പോഴും കാണുന്നില്ലെങ്കിൽ പോലും എന്താണ്, നമ്മള് കാണുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല സൗഹൃദത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇനി ദിവസം വിളിച്ചില്ലെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഓർക്കുന്നവരാണെങ്കിൽ, നമ്മൾ പരസ്പരം ദിവസം ഓർക്കുന്നവരായിരിക്കും നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ പോലും. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. പിന്നെ ചിലവർ നമ്മളോട് എക്സ്പ്രസീവ് ആയിരിക്കില്ല, പക്ഷെ നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എക്സ്പ്രസീവ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളോട് ഭയങ്കരമായിട്ട് കാണിക്കില്ല, പക്ഷെ രണ്ട് നേച്ചറുള്ള ആൾക്കാരായിരിക്കും കൂടിച്ചേരുന്നത്, അല്ലെ? പക്ഷെ കൂടിച്ചേരുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരി കൂടിച്ചേരുന്ന സമയത്ത് ഭയങ്കര രസമല്ലേ സംസാരിക്കാനായിട്ട്? 5 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റിൽ നമ്മൾ 5000 കാര്യങ്ങൾ പറയും, അല്ലെ? കുറച്ച് സമയങ്ങളുണ്ട്. അതിൽ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും, മണ്ടത്തരങ്ങൾ ഉണ്ടാവും, കരച്ചിലുണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഒക്കെ മിക്സ്ഡ് ആയിരിക്കും. യെസ്, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ സൗഹൃദത്തിന്റെ മഹത്വം അറിഞ്ഞവർക്ക് അത് കുറച്ചുകൂടി അറിയാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത്. യെസ്, ടീച്ചേഴ്സ്, നമ്മുടെ അധ്യാപകർ എന്താണ് കുട്ടികളോട് പറഞ്ഞത്? എന്താണ് സൗഹൃദം, സൗഹൃദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ അവരോട് നമ്മൾ ഗുഡ് മാനേഴ്സ് കാണിക്കണം, അല്ലെ?
നല്ല മര്യാദയോട് കൂടി പെരുമാറിയാൽ മാത്രമേ നമ്മുടെ സുഹൃത്തായാലും ബാക്കി ഇപ്പൊ റിലേഷൻഷിപ്പ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എന്താണ് നല്ല രീതിയിൽ പോകുള്ളൂ അല്ലെ. നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നത് ബാത്റൂം മാനേഴ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങളെ MT9 പിള്ളേരെ പ്രാക്ടിക്കൽസിന് ആദ്യമായിട്ടല്ലേ കണ്ടത് നേരിട്ട് നിങ്ങളെല്ലാവരും? പക്ഷെ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടവരാണെന്നൊന്നും. വളരെ എല്ലാ ക്ലാസ്സിലും സ്ഥിരമായിട്ടിരിക്കുന്ന കുട്ടികളെ പോലെ തന്നെയായിരുന്നു നിങ്ങൾ ഇരുന്നത്. ഞാൻ ശരിക്കും നോക്കി കണ്ടു നിങ്ങളെ, മാറി നിന്ന് നോക്കി കാണാവുന്ന അത്രയും നിങ്ങള് വളരെ ക്വൈറ്റ് ആയിരുന്നു. അങ്ങനെ വേണം ഒരു ക്ലാസ് എന്ന് പറയുമ്പോ. ഭയങ്കര അഭിമാനം തോന്നിയിരുന്നു നിങ്ങള്. സത്യം ഞാനത് ക്ലാസ്സിൽ പറയണോന്ന് തന്നെ വിചാരിച്ചതാ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഓരോ മെറ്റീരിയൽ എടുക്കാൻ ഭയങ്കര കൗതുകമായിരുന്നു ഇവർക്ക്. അത് എങ്ങനെ എഴുതണം, എന്ത് ചെയ്യണം. ഇപ്പൊ ആര്യയൊക്കെയാണെങ്കിൽ പ്രിന്റ് ഒക്കെ ആണെങ്കിലും എന്താണ് എല്ലാവർക്കും ആയിട്ടുള്ളൊരു പേരൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ മുഖങ്ങളല്ലാതെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, പേരറിയില്ലെങ്കിലും. നിങ്ങൾ തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ട് ക്ലാസ്സിൽ. ഇപ്പൊ ഒരു റെഗുലർലി കാണുന്ന പോലെയല്ല, ഒരു കോപ്പറേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പലരും പലരുടെ മെറ്റീരിയൽസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു, ഓരോരുത്തർക്കും അവസരം കൊടുക്കുകയാണ് അവർ ഓരോ മെറ്റീരിയൽസ് ചെയ്യാനായിട്ട്. പക്ഷെ തൊട്ടടുത്ത് വേറെ രണ്ട് ഡെസ്കുകളിൽ കുട്ടികൾ ഇരിപ്പുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ വാച്ച് ചെയ്തതാണ്. കാരണം അവരിലില്ലാത്ത എന്തോ നിങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ നോട്ടീസ് ചെയ്തത്. മനസ്സിലായോ? ഇത്രയും പറയണമെങ്കിൽ നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല നിങ്ങൾ അവിടെ എന്താ ചെയ്തെന്നുള്ളത്. ഓക്കെ, അത് മാം വന്നത് മൊത്തം പാവം പിള്ളേരാ. ആര്യൊക്കെ നല്ല ബാക്കി കുറച്ച് തലതെറിച്ച പിള്ളേർ വരാൻ വന്നിട്ടില്ല. അയ്യോ ഞാനൊന്നും ഉണ്ടായിട്ട മാം, തന്നെയാണ് കണ്ടത്. പാവത്തിന്റെ മാത്രമല്ല, നമ്മളൊരു പൊതുവായിട്ടൊരു പ്ലേസിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയാത്ത അത് മനസ്സിലായി. ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ വന്ന് സംസാരിക്കുകയെങ്കിലും നിങ്ങൾ ഇതൊക്കെ തന്നെ കാണിക്കുള്ളൂ. ഞാൻ ലാസ്റ്റ് ക്ലാസ് തീരണേക്ക് മുമ്പായിട്ടൊരു കാര്യം പറയാട്ടോ. ഇപ്പൊ അല്ല, ക്ലാസ് തീരണേക്ക് മുമ്പായിട്ട് പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ക്ലൂ തരുമോ മാം? ഇതാണ് ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞപ്പോ ക്ലൂ ഇല്ല ഒരു ക്ലൂ. നമ്മളെ കണ്ടോ നല്ലത് പറയാനായിരിക്കാം. ഇല്ലേ, നിങ്ങളെ കുറിച്ച് നല്ലത് പറയാം. ഞങ്ങളൊക്കെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് പറയാനാണോ? ഇല്ല, നല്ല കുട്ടികളാണെന്ന് ഒരിക്കലും പറയൂല. ശരിക്കും ഞങ്ങൾ നല്ല കുട്ടികളാണ്. അപ്പോഴത്തേക്ക് മറന്നാലോ? ഇപ്പഴേ പറഞ്ഞാ മതി. ചിലപ്പോ മാം അപ്പോഴത്തേക്ക് മറന്നാലോ? മറക്കില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞിട്ട് പോകും. ഏകദേശം ലാസ്റ്റ് നിങ്ങൾ എന്ത് വിചാരിച്ചു? ലാസ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയും മനസ്സിലാക്കൂ, ലാസ്റ്റ് ക്ലാസ്സിലോട്ടൊക്കെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ എന്നായിരിക്കും ഡേറ്റ് പറയുന്നില്ല, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇവരുടെ MT8 MT9 ഏകദേശം ഒപ്പം തരും നിങ്ങൾ. പരീക്ഷയിൽ സ്വത്ത് സപ്ലൈ ചെയ്താൽ പറ്റുമോ? ഇല്ല, പരീക്ഷയിൽ ആരും നോക്കുന്നില്ലല്ലോ. പിന്നെന്താണ് വിജ നല്ല അടിയുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. നോക്കുന്ന പരിപാടിയില്ല കേട്ടോ. നിങ്ങള് പാസ് മാർക്ക് എന്ന് വിചാരിച്ച ആരും ഇരിക്കാൻ വേണ്ട. നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്ത അത്രേ ഉള്ളൂ. ഇൻ കേസ് തോറ്റു പോയാല് എന്ത് ചെയ്യും? തോറ്റു പോവില്ല, അങ്ങനെ വിചാരിക്കില്ല. തോറ്റു പോവില്ല. എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം മാം, എവിടെയെങ്കിലും മാർക്ക് ഇട്ടിട്ട്. അങ്ങനെയില്ല, നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകൾ നന്നായി പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തരുന്ന മോക്ക് ടെസ്റ്റ് എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. ടെസ്റ്റ് ഒക്കെ ഒന്ന് നന്നായി റെഫർ ചെയ്ത് നോക്കുക. പിന്നെ ക്ലാസ്സിൽ അറിവ് വെച്ച് കുറെ എഴുതാൻ പറ്റും, ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലേ, എന്നോട് ഒരു കുട്ടി പേഴ്സണൽ അനുഭവം പറഞ്ഞു, ടീച്ചറെ ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ക്ലാസ്സും ജസ്റ്റ് ഒക്കെ എനിക്ക് കാണാൻ പറ്റുള്ളൂ, റെക്കോർഡിംഗ് ആയിരുന്നു ചിലത് ലൈവിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ടീച്ചറെ ക്ലാസ് കണ്ട അനുഭവം വെച്ച് മാത്രമാണ് ഞാൻ എക്സാം എഴുതിയത്. കുട്ടിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, 70-75 സ്കോർ നേടിയിട്ടുണ്ടായിരുന്നു. ഇതിലല്ല കേട്ടോ, HAയുടെ കാര്യം പറയുന്നത്, MTയുടെ അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കാര്യം പറയുന്നത്. അപ്പൊ ക്ലാസ്സിൽ കേട്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് ഇതാണ് അന്ന് കേട്ടതാണല്ലോ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ടെക്നിക്കലി ട്രിക്കി പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. തിയറിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ മാമിന്റെ മുഖം മാം പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഏത് തിയറി? തിയറി ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ അതെ. അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാൻ 11:30 ആയി. ഓക്കെ, താങ്ക് യു. ഫൈൻ ഔട്ട് ഉണ്ടോ?
ആരാണ് സൈൻ ഔട്ട്? ആരാണ്? കേൾക്കണില്ല ജെറൂസ്, കേൾക്കണില്ല. പറഞ്ഞോ, കേൾക്കുന്നില്ലടോ താൻ പറയുന്നത്. ഒന്നും ക്ലിയർ ആയില്ല. എന്തെങ്കിലും പറഞ്ഞോ ജെറുഷ? റേഞ്ചിന്റെ പ്രശ്നമല്ലേ? കുഴപ്പമില്ല കേട്ടോ, സാരില്ല. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ, പ്രശ്നമില്ല. ഞാൻ സൈലന്റ് പറയാം. എന്നാ പറയും. ടുഡേ ക്ലാസ് ആതിര മാമിന്റെ ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മുടെ യൂണിറ്റ് 7-ലെ നമ്മുടെ മാം എടുത്തിരുന്നത് മറ്റേ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, കുട്ടികളുമായിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മാം പറഞ്ഞത്. പിന്നെ റെഗുലർ ഓർഗനൈസ് സ്കൂൾ അസംബ്ലിയിലും അതേപോലെ പല പരിപാടികളിൽ എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഹോബീസ്, ഗെയിംസ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ സർവീസ്, സൊസൈറ്റിയിൽ എങ്ങനെ പ്രശ്നങ്ങൾ നേരിടും, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലൂടെയാണ് നേരിടേണ്ടതെന്നാണ് മാം പറഞ്ഞത്. അപ്പം പിന്നെ ക്രിയേഷൻസ് വർക്കിലൂടെയും പല സ്കൂൾ ആക്ടിവിറ്റീസ്, സ്കൂൾ എങ്ങനെയെല്ലാം ഓർഗനൈസേഷനിലൂടെയാണ് സോഷ്യൽ സർവീസ് നേരിടേണ്ടതെന്നും മാം പറഞ്ഞു. പിന്നെ സിറ്റിസൺഷിപ്പും പല രീതിയിലുള്ള പല റെഗുലർ ഓർഗനൈസേഷനും അസംബ്ലീസ്, നാഷണൽ ഫ്ലാഗ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് മാം പറഞ്ഞത്. പിന്നെ ഇന്ന് മാം യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സ്, നമ്മളെന്തായ മാനേഴ്സും ഫ്രണ്ട്ഷിപ്പിലുള്ള മാനേഴ്സ് എങ്ങനെ ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങൾ എങ്ങനെ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ ഷെയർ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ മാം പറഞ്ഞത്. താങ്ക് യു മാം. താങ്ക് യു മാം ടുഡേ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും. ഒന്നുകൂടി അത്തം ദിനാശംസകൾ.